ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദോന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിലാട്ടോ. ഇവിടെ നമ്മളെങ്ങനെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്തിനാഥേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും നമ്മളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതെന്നും കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് ടെൻ്റ് അടിച്ചിട്ട് തെറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിരിക്കും. നമ്മളിവിടെ എത്തിപ്പെട്ട കാഴ്ചകളും ഇനി പോകാൻ പോകുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഉണ്ടാകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കിടക്കാം. കണ്ടോ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കിഴങ്ങില്ലേ, ഈ കിഴങ്ങ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന തൊടാ ഇതാട്ടോ നമ്മളെ കിഴങ്ങാട്ടോ ഇത്. സ്വീറ്റ് खाने वाला कच्चा भी खाएगा। इसके आग में भी खाता है, पका के भी खाता है। ചോട്ടാ നമുക്കിതൊന്നും കേട്ടോ. ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതാ കറി വെക്കുക കേട്ടോ. ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കറി ഇതാ നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട് ഉള്ളി. എന്നിട്ട് വേണം നമുക്ക് ബാക്കി സെറ്റാക്കാൻ. നമ്മളങ്ങനെ ചോറും കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ചാർ നമ്മളെ കയ്യിലുണ്ട്, അതും കൂടിയും കൂട്ടിയിട്ടാട്ടോ നമ്മൾ ചോറും കറിയും തിന്നുന്നത്. എന്ത് ടേസ്റ്റ് ആയിരിക്കും നോക്കിക്കേ. ഇത് കണ്ടിട്ട് ടേസ്റ്റ് പോലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അറിയൂല കേട്ടോ എന്തായെന്ന് അറിയില്ല. കൊളായിട്ടുണ്ടോ ഇല്ലേ, നല്ലതാണോ എന്നൊന്നും അറിയില്ല. ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ചോറ് നേരം നോക്കാൻ വിചാരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ തിന്നട്ടെ. അങ്ങനെ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. ഇവിടുന്ന് സാധനമൊക്കെ നോക്കിക്കേ, നമ്മൾ കുറച്ച് നോക്കിക്കേ. ഒരു ബാഗ് ഫുള്ള് കുറച്ചില്ലേ, ബേക്കിലുള്ള ബാഗ് മൊത്തം നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തൂങ്ങിയിട്ടാണ് കിടക്കുന്നത്, അറിയില്ല എന്താവുമെന്ന്. എന്തായാലും പോയി നോക്കാം. ഇങ്ങനെയാട്ടോ ഇപ്പോൾ നമ്മളെ സൈക്കിളിൻ്റെ അവസ്ഥ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അന്ന് കുപ്പിയിൽ വെള്ളം എടുത്തുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇതാട്ടോ നമ്മളെ റെസ്റ്റോറൻറ്റ് നിന്ന സൈഡിൽ നല്ല ആൾക്കാരായിരുന്നു. കാലിക്കണ്ട ഈ റിസോർട്ട് നാട്ടോ പേര്. ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, വെറുതെ ബോട്ടിലിരുന്ന് ചവിട്ടൊക്കെ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ടെൻ്റൊക്കെ ഉണ്ടോ. ഫുഡ് നിന്ന സ്ഥലം കേട്ടോ, കഴിക്കുന്ന സ്ഥലമാണ്. ഇനി ഇതിനകത്ത് വെള്ളം വാങ്ങിച്ചിട്ട് നമുക്ക് വേഗം പോവാം. ഇവിടെ നിന്ന് ഈ പുള്ളീനോട് വെള്ളം വാങ്ങിക്കുക. ഈ പുള്ളി നല്ലൊരാളാണ്. പനിയില്ലേ, പിന്നെയൊക്കെ താങ്ക് യു. कच्चा होटल है ये पुल्ले आटा। आपका नाम क्या है? राम थापा। आपका नाम? मेरा नाम चंद्र थापा। आपका नाम? സുജാന്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് വേറൊരു ബോട്ടിലൊക്കെ വെള്ളം തന്ന് ബൈ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ഈ 4 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരിക. വേറൊരു വഴിയുമില്ല ഇങ്ങോട്ടേക്ക് വരാണ്ട്. അപ്പോൾ നമുക്ക് വേഗം സൈക്കിള് സെറ്റാക്കിയിട്ട് ഇറങ്ങിപ്പോവാം. നമ്മൾ പോകുന്ന വയ്യാട്ടോ. ഇത് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ട ഓഫ് റോഡ്. ഇതൊന്നും അല്ലായിരുന്നു നേരത്തെ, കല്ലായിരുന്നു. ഇങ്ങനെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയത്. മറ്റേത് മൊത്തം കല്ല് പോലത്തെ റോഡായിരുന്നു. മലനിരകളൊക്കെ നോക്കിക്കേ, വലിയ വലിയ മലനിരകളാട്ടോ. ഇപ്പോൾ സൈക്കിൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അയ്യോ എന്ത് രസമാണെന്നറിയാം ഓടിക്കാൻ. നമ്മൾ പോകുന്ന വയ്യാട്ടോ. ഇത് ഫുള്ള് ചളിക്കുണ്ടാണ്. നമ്മളെ സൈക്കിളൊക്കെ ഉണ്ട്, ചളിക്കൂടി വണ്ടി കയറുന്നത് കണ്ടോ. ഫുള്ള് ചളിക്കുണ്ടാട്ടോ. ഇടയ്ക്ക് നല്ല റോഡ് വരും, ഇടയ്ക്ക് ഫുള്ള് ചളിയാവും. അങ്ങനത്താണ് അവസ്ഥ ഇവിടെ. ഇവിടെയൊക്കെ റോഡ് പണിതുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കിയാൽ താറ് നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ സീനാട്ടോ. എന്നാലും ഇന്നലത്തെ അത്ര ഒന്നുമില്ല, കുറച്ച് സുഖമുണ്ട്. നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നോക്കിക്കേ, മഞ്ഞുമല വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. വലിയ വലിയ മഞ്ഞുമല. എൻ്റെ കണ്ണി കെട്ടിപ്പോയിട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മഞ്ഞുമല കാണുന്നത്. ഇനി നമുക്ക് കുറേ ദൂരം പോകാണ്ട് ഇങ്ങനത്തെ കുറേ മഞ്ഞുമലകൾ കാണാനുണ്ട് കേട്ടോ. കുറേ വണ്ടികളും കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു ടൗണ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ വീടുകളും ഇതൊക്കെ ആയിട്ട്, പക്ഷേ ഒന്നും ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാം അടച്ചിട്ടിരിക്കുക, എന്താണെന്നറിയില്ല. ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ റോഡ്. വണ്ടികളൊക്കെ പൊടിയും പാറ്റി പോകുന്നുണ്ടോ, ഫുൾ പൊടിയാട്ടോ. ഏതാ ഗ്രാമമൊന്നും അറിയൂല. തിപ്തയാട്ട് എന്താ തിപ്പിയാട് എന്തോ ഒരു പേര് കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതേ ഉള്ളൂ കേട്ടോ ഇവിടെ. തിപ്ലയാങ് എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മളെ സൈക്കിള് ബേക്കിലുള്ള ലഗേജ് ഒഴിവാക്കിയപ്പോൾ തന്നെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കേട്ടോ, ചെയിന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാ സ്ഥലത്തും ക്ലീൻ ചെയ്ത് ഇപ്പം പക്കയായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനി എന്താണെന്ന് അറിയില്ല, എത്ര ദൂരം പോകുമെന്ന് അറിയില്ല. ഇവിടെ ഒരു സ്ഥലത്ത് ഷോപ്പിൽ കയറിയതാട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ഗ്രാമത്തിൽ തന്നെയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ചൗമീന് 100 രൂപക്ക് തരാമെന്ന് പറഞ്ഞ എഗ് ചൗമീന്.
നമ്മളിങ്ങനെ കുറേ പറഞ്ഞിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അതായത് മാക്സിമം ചിലവ് കുറച്ചിട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക അങ്ങനെ കേട്ടോ. ഈ ചേട്ടനാട്ടോ നമുക്ക് അത്രയും പൈസക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിച്ചത്. നല്ല നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും ബിസിനസ് മാത്രമല്ല. അതുപോലെ ഇവിടുന്ന് നമുക്ക് മഞ്ഞുമല വിസിബിളായിരുന്നു, അതിപ്പം പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങായിരുന്നു കേട്ടോ ഈ മഞ്ഞുമല കണ്ടത്, അതൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും വേറെ പേര് വന്ന് തുടങ്ങുമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ഇതാ ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വേറൊരു കട ഉണ്ടോ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എഗ് ചൗമീൻ കഴിക്കുക കേട്ടോ, വേറെ ടൈപ്പ് ആട്ടോ. എഗ് ഓംലേറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മുറിച്ചിട്ടേരാണ്. നമ്മൾ ഇന്നലെ കഴിച്ച പോലെ ചിക്കൻ്റെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാ ഈ പുള്ളിയാട്ടോ ഉണ്ടാക്കിയത്, ഈ പുള്ളിയാണ് ചൗമീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വേഗം തിന്നു തീർക്കട്ടെ, ഏറ്റവും അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. നമ്മൾ പോകുന്നതായി കണ്ട വീടാട്ടോ. എനിക്ക് വൈക്കോലാന്ന് തോന്നുന്നു, വൈക്കോല് മേഞ്ഞിട്ട് മേൽക്കൂര ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഗ്രാമമാട്ടോ ഇത് ശരിക്കും. 2, 3, 4 വീടൊക്കെ ഉള്ളതാ. അവിടെയും വീടൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇതാ ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. മുകളിൽ ഇങ്ങനെ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ശബ്ദം കേട്ടവരെ എനിക്ക് തോന്നി ഇവിടെ എന്തോ ഉണ്ട് എന്ന്. നല്ല രസമുണ്ട് കാണാൻ. പോകുന്നൊരു വൈക്കാട്ടോ. ഇവിടെ നിന്ന് വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും, സ്റ്റെപ്പൊക്കെ ഉണ്ട് കയറി പോകാനൊക്കെ ഉള്ളത്. നമ്മളെന്നാൽ നേരെ പോവാണ്. ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 4:30 നമുക്ക് ഇവിടെ സ്റ്റേ അടിക്കണം, ഇല്ലെങ്കിൽ തണുത്ത് പറക്കും. ഇതിലേക്ക് കൂടി കേട്ടോ നമുക്ക് പോകേണ്ടത്. റോഡ് നോക്കിക്കേ, വലിയ മലനിരകൾ. നമ്മുടെ പണ്ട് ഹിമാചൽ സാച്ച് പാസൊക്കെ പോയ പോലെ ഉള്ള മലനിരകളാട്ടോ മുകളിലുള്ളത്. അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. എൻ്റെ മോനെ സീന്. അടുത്തൊരു ടൗൺ ആട്ടോ. ഇവിടെ നമ്മൾ മുകളിലോട്ട് കയറും തോറും സാധനത്തിൻ്റെ പൈസയും കൂടിക്കൊണ്ടിരിക്കുമോ. 5 രൂപേൻ്റെ ബിസ്ക്കറ്റാണെങ്കിൽ 10 ആവും, 10ൻ്റെ 20 ആവും. അങ്ങനെയാട്ടോ ഇവിടുത്തെ കളികൾ. 20ൻ്റെ 25 അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലങ്ങളിലുള്ള പൈസകൾ. നോർമലി മിക്ക സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. നമുക്കിനി കുറേ കാണാണ്ട്. ഇതാ മുകളിൽ കണ്ടോ മഞ്ഞുമല കാണാൻ പറ്റുമോ, ദൂരെയായിട്ട് കണ്ടോ, അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. അത്യാവശ്യം വലിയൊരു ടൗൺ ആട്ടോ ഇത്. നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല, കുറച്ചുകൂടി വലുപ്പമുണ്ട്. സ്ഥലത്തിൻ്റെ പേരാണ് എനിക്കറിയാത്തത്. പൊക്കാരെ ബഗർ മ്യാഗ്ഡി എന്നാട്ടാ പേര്, കറക്റ്റ് അറിയില്ല കേട്ടോ. വലിയൊരു ടൗൺ ആട്ടോ. ഇവിടെ പൈസയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ചോദിച്ചിട്ടില്ല ഞാൻ. ഇവിടെ മറ്റേ ബൈക്ക് ഇഷ്ടം പോലെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമായിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇനി വർക്ക്ഷോപ്പും ഉണ്ട്. എനിക്ക് ഫുള്ള് മറ്റേ ബൈക്കാട്ടോ. നമ്മൾ പോകുന്ന വയ്യാട്ടോ ഇത്. ബസ് പോകുന്ന നോക്കിക്കേ, ഫുൾ ഓഫ് റോഡ് ആട്ടോ, ഫുൾ ഓഫ് റോഡ്. എത്ര കിലോമീറ്റർ ആണെന്നറിയാമോ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു രക്ഷയില്ല, കയറ്റവും ഇറക്കവും എല്ലാം ഓഫ് റോഡ് തന്നെയാണ്, വേറെ ഒരു വഴിയുമില്ല. ഇത് ഇങ്ങോട്ടേക്ക് കയറ്റാണ്, നമ്മൾ ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് പിന്നെയും കയറ്റം, പിന്നെയും ഇറക്കും. നല്ല റോഡാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. ഇത് ഫുൾ ഓഫ് റോഡ്, ഒരുമാതിരി ഇഷ്ടം പോലെ വണ്ടിയും പോകുന്നുണ്ട് ഇതിലേ കൂടി. ടാട്ടോ പാനി എന്ന് പറയുന്ന ഇതാട്ടോ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ് ടാട്ടോ പാനി എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ നോക്കിക്കേ, മലനിരയാണ്. അന്നപൂർണ്ണയാണെന്ന് തോന്നുന്നുണ്ട്, വേറെ ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അന്നപൂർണ്ണയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പൂൺ ഹിൽസിലേക്ക് കട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ മലയൊക്കെ കയറിയിട്ടാണ് പൂൺ ഹിൽസിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്, നമ്മൾ ജംസം പിന്നെ ആ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. ബസ്സൊക്കെ വരുന്നതൊക്കെ ഓഫ് റോഡ് കൂടി സീനാട്ടോ. ഇത് കണ്ടോ, വലിയൊരു മലയാട്ടോ. അതിൻ്റെ സൈഡിൽ നോക്കിയേ, ഇവിടെ വലിയ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പോകുന്ന നേരം കണ്ടതാണ്. ഇപ്പോഴാണ് ഒരു നല്ല റോഡ് വന്നത് ഇവിടെ എത്തിയപ്പോൾ. ഇതിന് കുറച്ച് ദൂരത്തേക്ക് ഉണ്ടാവുള്ളൂ. മൗണ്ടൈൻസ് കണ്ടുകൊണ്ട് പോവാം നമ്മൾ. ഇവിടുത്തെ ഒരു വ്യൂ നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്ക്. ഫുൾ അങ്ങ് മൗണ്ടൈൻസ് കാണാൻ പറ്റുന്നുണ്ടോ? എന്ത് രസമല്ലേ കാണാനായിട്ട്. അതുപോലെ ഇതാ ഇവിടെ ഏതൊരു പാലം പോകുന്നുണ്ട്, എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. പൂൺ ഹിൽസിലേക്ക് ഏത് വയ്യാന്ന് അറിയില്ല. നമ്മൾ പൂൺ ഹിൽസിലേക്കല്ല കേട്ടോ പോകുന്നത്, ഞാൻ പറഞ്ഞതാണ്. ഏത് രസമാണ് കാണാൻ. അങ്ങ് ദൂരെ കണ്ടോ മലേൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളച്ചാട്ടം. എന്ത് രസമാണ് കാണാൻ. അത് ശരിക്കും പൂൺ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നൊരു വയ്യാട്ടോ. ഈ കാണുന്ന മലേൻ്റെ അപ്പുറമാണ് പൂൺ ഹിൽസ്, ഈ കാണുന്ന മലേൻ്റെ ടോപ്പിലാണ് പൂൺ ഹിൽസ്. അവിടെ നിന്നാണ് നമ്മൾ അന്നപൂർണ്ണ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ അന്നപൂർണ്ണ മൗണ്ടൻസ് ആണെന്ന് തോന്നുന്നുണ്ട്, വേറൊന്നും ഇവിടെ ഇല്ല. എന്തായാലും രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ. സ്നോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേപ്പാൾ വന്നിട്ട് സ്നോ കാണുന്നത് ആദ്യമായിട്ടാണ്. എന്ത് രസമാണ് കാണാൻ. ഈ കറക്റ്റ് ഫോട്ടോയിലൊക്കെ ഉള്ള പോലെ തന്നെ, മറ്റേ പണ്ടൊക്കെ കണ്ടതുപോലെ.
നമ്മളങ്ങനെ വന്ന് നേപ്പാളിലെ ലഡാക്ക് പോലത്തെ സ്ഥലത്ത് തറ കേട്ടോ. നോക്കിയേ മൗണ്ടൻസ്, അവിടെ ഒരു ഗ്രാമമുണ്ട്. അതുപോലെ ഇതാ ഇപ്പോഴത്തെ ഭാഗത്ത് അന്നപൂർണ്ണയും കാണാൻ പറ്റും. അങ്ങ് വെട്ടിത്തെളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ, ഫുൾ ഐസാണ്. ഹയ്യാ, നമുക്കത് അങ്ങോട്ട് ചെന്ന് നോക്കട്ടോ. സമയം 3 മണിയാറായി. നമ്മൾ ദൂരത്ത് കണ്ട ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ. ഇവിടെയൊക്കെ ഇതേപോലെ ഹോട്ടലും അതുപോലെ റൂമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. എല്ലാ ഭാഗത്തും അങ്ങ് മുതൽ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ടെൻ്റ് അടിക്കാൻ ചോദിച്ചാൽ ഒരു സമ്മതിക്കും കേട്ടോ. ഇതാ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റും. നമ്മൾ എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ, കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് നോക്കാം. പറ്റൂല ഞാൻ തിരിച്ചു പോകും കേട്ടോ. എന്തായാലും നോക്കാം. ഇത് കണ്ടോ, ഫുൾ ഓറഞ്ച് ആട്ടോ ഇതിൻ്റെ മോള്. പക്ഷേ പൊടി പിടിച്ച് കിടക്കാന്നുള്ളൂ. സെറ്റ് ഫുൾ കാഴ്ച നിൽക്കുന്ന ഓറഞ്ച് കാര്യങ്ങളാട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ പോകുന്ന റോഡിന് സൈഡിലാട്ടോ, ഫുള്ള് പൊടിയാണ് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത പൊടി. ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പൊടി പോവാന്ന്. കുറേ പേര് പോകുന്നുണ്ടോ, ഫുള്ള് പൊടി കേട്ടോ. നമ്മൾ നോക്കിയിട്ട് പട്ടി പരക്കുന്നുണ്ട്. നമ്മളിത് അങ്ങ് പോവായിരുന്നു കേട്ടോ. അങ്ങ് പോയിട്ട് തിരിച്ചു വന്ന്, കാരണം ഫുള്ള് പൊടിയും ഓഫ് റോഡും മാത്രമേ ഉള്ളൂ ഈ റോഡിന്. ലാസ്റ്റ് ഇതാ നമ്മൾ ഇവിടെ ഉള്ളൊരു വീട്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, ചിക്കൻ കടയോ അങ്ങനെ എന്തോ സാധനമാണ് ഇവിടെ, എന്തോ ഒരു കടയാട്ടോ. അവിടെ നമ്മൾ ചോദിച്ചിട്ട് ലാസ്റ്റ് ഇതാ അവിടെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. മുകളിൽ നമ്മൾ മല കാണാൻ പറ്റും, ഇങ്ങനെ ഗോൾഡൻ കളറിൽ. നോക്കിയേ, വൈകുന്നേരമായിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ സമയമായിട്ട് ഞാൻ കൊണ്ടാട്ടോ. നമ്മളെന്താ ടെൻ്റ് അവിടെയാണ് അടിച്ചത്. ഈ സ്ഥലത്താട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചത്. നമ്മളിവിടെ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. വെള്ളം എടുത്തിട്ട് ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് വേണം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അന്നപൂർണ്ണ മല ഇങ്ങനെ കാണാൻ പറ്റും. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്നലെ പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയാട്ടോ. കറക്റ്റ് പേരെനിക്ക് അറിഞ്ഞില്ല. ഞാൻ മുന്നോട്ടേക്ക് പോയിട്ട് എൻ്റെ തിരിച്ച് ബേക്കിലോട്ട് വന്നു കേട്ടോ. അവിടെ നിൽക്കാൻ സമ്മതിക്കായിട്ട് ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് നോക്കി ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. അവർ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ വിചാരിച്ച് ടെൻ്റ് അടിക്കാൻ സമ്മതിക്കുന്നു. അങ്ങനെ കുറേ ഇരുന്നിട്ടൊന്നും നടക്കാത്തതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. പിന്നെ നമ്മൾ മുക്തിനാഥ് മസ്താങ്ങിലേക്ക് പോകുന്ന വഴി തിരിച്ച് വന്നു കേട്ടോ. റിട്ടേൺ അടിക്കുകയാണ്. കാരണം എനിക്ക് ചൊവ്വാഴ്ചത്തേക്ക് പൊക്കാരെത്തണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് മുക്തിനാഥേക്ക് പോകുകയാണെങ്കിൽ 2 ദിവസം എടുക്കും മുകളിലേക്ക് കയറാൻ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് 1 ദിവസം കൊണ്ട് ഇറങ്ങി വരും. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ടേക്കും പോകാൻ പറ്റും. പക്ഷേ നമ്മൾ സാധനമൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെയും പൊക്കാരക്ക് പോകാൻ 2 ദിവസം കൊണ്ട് എടുക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ആ കറക്റ്റ് ദിവസം കൊണ്ട് എത്തൂല. ഇപ്പോൾ രാവിലെ ആയിട്ട് ഇതാ സൂര്യനൊക്കെ മലേൻ്റെ മുകളിലിങ്ങനെ ഉദിച്ച് വരുന്നൊരു കാഴ്ച കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ അന്നപൂർണ്ണത അങ്ങ് കിടക്കുന്നുണ്ട്. സൂര്യൻ്റെ സ്പ്ലാഷാന്ന് തോന്നുന്നത്. അന്നപൂർണ്ണത അങ്ങ് കണ്ടോ, എന്ത് രസമാണ് കാണാൻ. പക്ഷേ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുള്ളൂ. നമുക്ക് അടുത്തുനിന്ന് കാണണമെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഈ ലൈറ്റ് ഇങ്ങനെ സ്പ്ലാഷ് ആയതുണ്ടോ, മറ്റേ സൂര്യൻ്റെ ലൈറ്റ് ആട്ടോ അത്. അതുപോലെ മലേൻ്റെ മുളക്ക് ഇങ്ങനെ സൂര്യൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പാട്ടോ, വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം പോട്ടെ ഞാൻ. നമ്മളങ്ങനെ ഇതാ രാവിലെ തന്നെ കഞ്ഞിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കഞ്ഞിയും കുടിച്ചിട്ട് വേഗം പോകണം. വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ, നല്ല വെയിലാണ്. ഇതാ കൊച്ചു നോക്കിയൊക്കെ രാവിലെ തന്നെ പണിയെടുക്കുന്നത്. കേട്ടോ, നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഇനി വെയിലത്ത് നിന്ന് വേഗം പോകണം. ഓറഞ്ച് വരെ നോക്കിക്കേ, ഫുള്ള് ഓറഞ്ചായിട്ട് ഒരു മരത്തിനോട് ഫുള്ള് ഓറഞ്ച് ആട്ടോ അത്. പുള്ളിൻ്റെ സ്ഥലത്താട്ടോ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച. आपका नाम क्या है? सुरेश. ये गाँव का नाम क्या है? दाना എന്ന് പറഞ്ഞ ഗ്രാമത്തിലാട്ടുള്ളത്. സുരേഷ് എന്ന് പറഞ്ഞ പുള്ളിയാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ये आपका घर और चिकन का शॉप है? चिकन का पिक्का. ഓ പിക്ക ചിക്കൻ മറ്റേ പന്നീൻ്റെയും പിന്നെ കോയിൻ്റെയും ഷോപ്പ്. പിന്നെ വീട് ഗർ ബി ഉദരിയെ. വീടും അവിടെ തന്നെ കേട്ടോ. कितना साल हो गया इधर ही आप? ये तो मेरा जीजा. ओ पुराना टाइम है इधर ही. ओके इधर ही बर्फ गिरेगा कभी फरवरी दिसंबर वो टाइम है. 4-5 साल में एक बार ऊपर इधर ही पूरा बर्फ आता है. ഇവിടെ മൊത്തം മഞ്ഞ് പെയ്യുന്ന കേട്ടോ മൂപ്പര് പറയുന്നത്. താങ്ക് യു भैया कल इधर ही रुकने के. थैंक यू सो मच. मेरा भी दोस्त था केरला का अलबी. ओ अलबी में. हम सऊदी में साथ में काम किया. ओ सऊदी में ज्यादा केरला लोग हैं. और 2 था. हाँ, अलबी और दूसरा कोड़ीकोड मलपुरम. बुड्ढा का नाम भी भूल गया मैं. ओ अभी फेसबुक साथी फ्रेंड है. हाँ, उसको बोलो केरला बंदा साइकिल से आया इधर ही रुका बोलो. മൂപ്പര് നല്ല മനുഷ്യനാട്ടോ. വേറൊരു സ്ഥലത്ത് നമ്മൾ ചോദിച്ച് നിപ്പിച്ചില്ലായിരുന്നു. അവസാനം മൂപ്പര് നിപ്പിച്ച. മലയാളം മാലൂം थोड़ा मालूम आता है.
പറയുന്ന മനസ്സിലാവും, പക്ഷേ വർത്താനം പറയാറില്ല. എനിക്ക് നേപ്പാളി പറയുന്ന മനസ്സിലാവും. അതുപോലെ മേരെക്കോ നേപ്പാളി സമയത്തെ തൊടാ സമझेगा बोलने के लिए थोड़ा मुश्किल है. ആ സെയിം ടൈപ്പ്. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. നമ്മൾ സൈക്കിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാം ഫുഡൊക്കെ കഴിച്ച് സെറ്റായി പോവാണ്. നമ്മളങ്ങനെ ഇതാ പിന്നെയും പോകുന്ന വഴി അന്നപൂർണ റേഞ്ചസ് കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. ഫുള്ള് മഞ്ഞ് മലകൾ. ഇതൊന്നും അല്ല കേട്ടോ, ശരിക്കും അത് വലിയൊരു മൗണ്ടനാണ്. അങ്ങ് മുതൽ ഇങ്ങ് വരെ കിടക്കുന്ന വലിയൊരു മൗണ്ടനാണ് കേട്ടോ. നമ്മളിങ്ങനെ ദൂരത്ത് നിന്ന് കാണുന്നതിനെ കൊണ്ടാണ് ചെറുതായിട്ട് പോകുന്നത്. ഇനിയും അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കുറേ. ഞാനങ്ങനെ ഒരു തൂക്കുപാലം കണ്ട് അപ്പുറത്തേക്ക് പോകാനുള്ള എങ്ങോട്ടേക്കോ ഉള്ളൊരു വഴിയാട്ടോ. വെറുതെ ഞാനൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഗ്രാമമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ചെന്ന് നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. എനിക്കറിയില്ല. ഒരു തൂക്കുപാലമുണ്ട്, താഴെ കൂടി നമ്മളെ കാലി കണ്ടക്കി ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ സൈക്കിൾ വെച്ചാട്ടോ, ഈ ചേച്ചിയുടെ വീട്ടിൽ സൈക്കിൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നടന്നു പോവാട്ടോ. ഇവിടെ പേരൊക്കെ തന്നെ മരമൊക്കെ ഉണ്ട്. പേരൊക്കെ കാഴ്ച നിൽക്കുന്ന കാണാൻ പറ്റും. പോകുന്നേക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പറിച്ചൊക്കെ തിന്നാം. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിക്കേ, എന്ത് സുന്ദരമായിട്ടുള്ള വീടുകളാ. ഈ പൂക്കളൊക്കെ ആയിട്ട് മനോഹരമായി പെട്ടിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഫുള്ള് ഓറഞ്ചുകളാട്ടോ. ഏതാ ഇത് ഫുള്ള് ഓറഞ്ച് തോട്ടങ്ങളാട്ടോ. ഇവിടെയൊക്കെ ഓറഞ്ചാണ് ഫുള്ളായിട്ടുള്ളത്. കായ്ച്ച് കിടക്കുന്ന കാണാൻ പറ്റും. ഫുള്ള് സീസണാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സീസണാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് ഓറഞ്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഓറഞ്ച്. ഇന്നേതാ വീട്ടിലേക്ക് പോകുന്ന വയ്യാന്ന് തോന്നുന്നു, സ്റ്റക്കായി കിടക്കുക. അവിടെയൊക്കെ ഓറഞ്ച് കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് വന്ന് ഇത് അവിടെ ഒരു ചെറിയൊരു വഴി കാണുന്നുണ്ട് മുകളിലേക്കുള്ള. ഈ വഴിയാന്ന് തോന്നുന്നുണ്ട് മുകളിലേക്ക് പോകാൻ. ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ കാണാൻ പറ്റും, ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കേട്ടോ വേണം പോകാൻ മുകളിലേക്ക്. നമുക്കൊരു അന്നപൂർണ്ണ വ്യൂ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടന്നു പോകുന്നത്. കുത്തനുള്ള കയറ്റങ്ങളാണ്. ഇത് സൈക്കിൾ വന്നുകൊണ്ട് നമുക്ക് പിന്നെ ഇതൊക്കെ സിമ്പിളാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറി ഇതാ ദൂരത്ത് നിന്ന് കണ്ട ഈ ഗ്രാമത്തിലേക്ക് എത്താറായിട്ടുണ്ട്. നമ്മൾ വന്ന വൈദ അങ്ങ് കണ്ടോ, അവിടെ നിന്നാട്ടോ വന്നത്. പട്ടിക്കുട്ട എന്താ നമ്മൾ തന്നെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. നല്ല കിതപ്പുണ്ട് കേട്ടോ. കുത്താനുള്ള മലയാണ്, സൈക്കിളിൽ പോകുന്ന പോലെയല്ല. ഹായ്. അയ്യോ സീനാട്ടോ, കലിപ്പിലാണ്. അണ്ണൻ കലിപ്പിലാണ്. അവിടെ നിന്ന് ആരൊക്കെയോ ഇറങ്ങി വരുന്നുണ്ട്, കുറച്ച് പേരൊക്കെ. നമ്മൾ ഗ്രാമത്താറായപ്പോൾ കേട്ടോ ഇത്. നമ്മളങ്ങനെ കയറി ആ ഗ്രാമത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലെത്തി കേട്ടോ. വീടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും മുകളിലോട്ട് കുറേ പോകാണ്ട് കേട്ടോ. ഇതൊന്നല്ല, നമ്മളിപ്പോൾ വീടിൻ്റെ ഒക്കെ ഇടയിൽ കൂടി കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വഴിയാണ്. കൊച്ചുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നോക്കിയ വീടുകളൊക്കെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ വീട്ടിലേക്കുള്ള വഴിയാന്നുണ്ട്. ആടൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നുണ്ട് വഴി. എങ്ങോട്ടേക്കാന്ന് അറിയില്ല. മേലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഗ്രാമത്തിൻ്റെ ഇടവായി കൂടി. അയ്യോ മലനിരകൾ നോക്കിക്കേ. മഞ്ഞാലത്ത് ഇവിടെയൊക്കെ മഞ്ഞ് പെയ്യും കേട്ടോ. മലയാണ്. അങ്ങനെ നമ്മളൊരു പയ്യനോട് ചോദിച്ചിട്ട് ഈ ഗ്രാമത്തിൻ്റെ പേര് മനസ്സിലാക്കി. ബാസ്കോട്ട് എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഗ്രാമത്തിൻ്റെ മുകളിലൊക്കെ കല്ലുകൊണ്ടൊക്കെ വീട് പണിതിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവരെ ഓടാണ് കേട്ടോ. ഓടായ കല്ല് ഞാൻ പറഞ്ഞ ഓടുന്ന വായിൽ വരിക. പൂക്കളൊക്കെ നോക്കിക്കേ, എന്ത് മനോഹരമായ കാഴ്ചയാ. അവിടെയൊക്കെ കുറേ വീടുണ്ട് കേട്ടോ. നമ്മൾ മോളെത്തിയപ്പോൾ ഒരു നിരപ്പായ സ്ഥലം പോലായി. ഹേയ്, വേറെ റോഡൊക്കെ ഉണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ. നമ്മൾ റോട്ടിൽ കൂടി അല്ല വന്നത്. ഇവിടെയൊക്കെ വീടുണ്ട്. ടോപ്പിലുള്ള വ്യൂ ആട്ടെ ഇത്. ഇവിടെ ഇവർ തന്നെ കൃഷി ചെയ്തിട്ട് ഇവർ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന കേട്ടോ. ഇവിടെ ഫുൾ ഓർഗാനിക്കാണ്. നമ്മൾ നേപ്പാളിൽ പല ഗ്രാമങ്ങളിൽ വന്നാൽ മനസ്സിലാവും. ഇവിടെ ഇവർ പാല് കറക്കുക കേട്ടോ. എരുമയെന്ന് പാല് കറക്കാണ്. അതുപോലെ കുറേ ഗ്രാമങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാവും, നമ്മൾ കാണാത്തതും കാണപ്പെടാത്തതും ഒക്കെ ആയിട്ടുള്ളത്. ഇവിടെയൊക്കെ ഓരോ വീട്ടിലേക്കൊക്കെ പോകാനുള്ള വഴിയാണിത്. അപ്പോൾ നമ്മൾ തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഒരു ഗ്രാമം കണ്ടതിൽ സന്തോഷം മാത്രം. നല്ലൊരു രസമുള്ളൊരു ഗ്രാമം. എന്ത് രസമല്ലേ, ഇങ്ങനെ ഓരോന്ന് കണ്ട് പോകാൻ നല്ല രസമാണ്. നമ്മൾ വന്ന വഴി എന്ന് പറയുന്ന നേരം അങ്ങ് നദി ഒഴുകുന്ന കാണാൻ പറ്റും. അങ്ങ് നിന്നാണ് നമ്മൾ വന്നത്. ഇങ്ങ് മുകളിലെത്തി.
ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അയ്യോ ഫുള്ള് മലകൾ. ഇനി ഇറങ്ങി പോകും, പെട്ടെന്ന് എത്തും നമ്മൾ താഴോട്ടേക്കൊക്കെ. നമ്മളങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി പോകാൻ നോക്കുക കേട്ടോ. വലിയൊരു മല കയറിയത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബേക്കി കാണാം കേട്ടോ ഗ്രാമത്തിലൂടെ നമ്മൾ ഇവിടെ പറഞ്ഞ് പോവാണ്. ഇതാ നമ്മൾ വന്ന സ്റ്റെപ്പാട്ടോ ഇത് മൊത്തം ഇറങ്ങി അങ്ങ് പോകണം, അങ്ങ് എത്തണം. ഇനി താഴെ നാട്ടോ വീഡിയോ എടുക്കുള്ളൂ. ഇതൊക്കെ കണ്ടതല്ലേ. ഇത് ജൂനാലി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ. എനിക്ക് എന്താന്ന് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ചെറിയ സാധനം മല്ലിയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ്. അതൊക്കെ നമ്മളിവിടെ മ്യാഗ്ഡി എന്ന് പറഞ്ഞ സാധനം ഒരു പലചരക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പഞ്ചസാരയും ഉള്ളിയും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങുക. നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകും കേട്ടോ. എൻ്റെ കുക്ക് ചെയ്യാൻ എന്നിട്ട് ഉണ്ടാക്കുക, അതാണ് നമ്മളെ പരിപാടി. നോക്കിയേ ഫുള്ള് മലനിരകളാട്ടോ. നമ്മൾ അങ്ങനെ വന്നത്, അങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് എത്തി. നമ്മളങ്ങനെ ഇതാ കഴിഞ്ഞ ദിവസം തിരിച്ച് ഫുഡ് കഴിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഡോണറ്റ് പോലത്തെ ഒരു സാധനം കഴിച്ചിട്ടുണ്ട്. 25 രൂപയാണ് ഇവിടുത്തെ റേറ്റ് കേട്ടോ. ഈ സാധനത്തിന് കുറച്ച് വലുതാണ്, അതിനെക്കൊണ്ട് വയറൊക്കെ നിറയും. ചായയും കുടിച്ച് അതും തിന്ന്. ഇനി നമുക്ക് കുറച്ചും ദൂരം പോകാനുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് കേല വാങ്ങി കേട്ടോ. പഴം വാങ്ങിയതാണ്. ഇതാ 50 രൂപ കേട്ടോ വാങ്ങി. ചേച്ചി നമുക്ക് സാധാരണ നമുക്ക് 6 ഉണ്ട് 5 ഉണ്ടാവുള്ളൂ, ഇതിപ്പോൾ 7 ഉണ്ട്. അപ്പോൾ ചേച്ചി നല്ല താങ്ക്സ് കേട്ടോ, ഇത് സംഭവം ചെയ്തത്. ഇവിടെ ഈ കോയിൻ്റെ കൂട്ടിലൊരു സാധനം കണ്ടാട്ടോ. ഇത് നോക്കിയാൽ ഫീസൻ്റ് എന്നാട്ടോ ഇതിൻ്റെ പേര്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടതാണ്, ഫീസൻ്റ് എന്നോ അങ്ങനെ എന്താണ് കണ്ടത്. പ്രത്യേക ടൈപ്പല്ലേ. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്, ഇതുണ്ടോ ഇവിടെ ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ സാധനം. എന്താണെന്ന് എനിക്കറിയില്ല, ഇഷ്ടം പോലെ ഈ സാധനം നിരന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. നോക്കിക്കേ എന്ത് രസമാണ് കാണാൻ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന് ആ റിസോർട്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കാലികണ്ടകി റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകാം കേട്ടോ. നാളെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത്. അടുത്ത എന്താ പ്ലാനൊന്നും അറിയില്ല. എവിടത്തേക്കാണോ പോകുന്നത് അവിടത്തേക്ക് പോകും നമ്മൾ. ശരിക്കും നമ്മൾ മുസ്താങ്ങിലേക്ക് പോകാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നല്ല തണുപ്പാണ് മുകളിൽ. നമ്മൾ റൂം എടുത്ത് നിൽക്കേണ്ടി വരും. നല്ല പൈസയാണ് റൂമിനൊക്കെ. നമ്മൾ ലോ ബഡ്ജറ്റിനാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇത് നമ്മൾ ലഡാക്കിൽ പോയ ഒരു സംഭവം തന്നെയാണ്, പക്ഷേ നമ്മൾ വന്ന ക്ലൈമറ്റും എല്ലാം കൂടി മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഉള്ളത്, ഞാൻ 2 മൈൻഡിലായിരുന്നു ഉള്ളത്. ഒന്ന് ഫുൾ ഓഫ് റോഡാണ് പോകുന്ന വഴിക്ക്. അപ്പോൾ നമ്മൾ എവിടം വരെ എത്തുന്നോ എങ്ങനെ എത്തുന്നോ ഒന്നും അറിയില്ലായിരുന്നു. പോയിട്ടുണ്ടെങ്കിൽ എന്താവുമെന്ന് അറിയില്ലായിരുന്നു. അത് 2 മൈലായിരുന്നു പോയത്. അപ്പോൾ ആദ്യം തന്നെ പോണേന്ന് വിചാരിച്ചു. അങ്ങനെ ബാഗ് ഒഴിവാക്കിയപ്പോൾ കുറച്ച് റിലാക്സേഷൻ കിട്ടി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് ഞാൻ മസ്താങ്ങിലേക്ക് പോകാൻ തന്നെ വിചാരിച്ചിട്ട് പോയത്. പക്ഷേ എനിക്ക് മുന്നോട്ട് പോയി ഫുൾ ഓഫ് റോഡും കാര്യങ്ങളായിരുന്നു. പിന്നെ തണുപ്പ് കൂടി വരുന്നതുകൊണ്ട് തന്നെ ഞാൻ അതും മാറ്റി. പിന്നെ പൊക്കാരയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പൊക്കാരയിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരോട് തന്നെ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിരുന്നു പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ പെട്ടെന്ന് തിരിച്ചു വരേണ്ട ആവശ്യം വന്നു. കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ കുറേ ദൂരം പോകേണ്ടി വരും. ടോട്ടലി 55 കിലോമീറ്റർ നമ്മൾ ബഗ്ലൂമിൽ നിന്ന് 55 കിലോമീറ്റർ പോയി. ഇനി 45 കിലോമീറ്ററിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്താങ്ങിലെത്തായിരുന്നു, ലോവർ മസ്താങ്ങിലേക്ക് എത്തായിരുന്നു. അപ്പോൾ പോയില്ല. പിന്നെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ടെൻ്റടിച്ചിട്ട് കൂടിയിട്ട് നാളെയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. എവിടെ എത്തുന്ന എങ്ങോട്ടേക്കാണെന്നൊന്നും അറിയില്ല. നാളെ നമ്മൾ ഇവിടുന്ന് പൊക്കാര റൂട്ടിലേക്ക് തിരിക്കും. എവിടത്തേക്കാണ് പോകുന്നത് എൻ്റെ മനസ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ല കാഴ്ചകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ.